ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, 6 വർഷമായി നാട്ടിൽ വന്നിട്ട്, അപ്പോൾ 6 വർഷത്തിന് ശേഷം വന്നു. 1 മാസം നാട്ടിൽ നിന്നു തിരിച്ച് ഇന്ന് പോവുകയാണ്. ചെറുവത്തൂരിൽ ട്രെയിൻ മാർഗം കാലിക്കറ്റ് പോയി അവിടുന്ന് ഒമാൻ എയർവേസിൽ മസ്കത്ത് വഴി ബഹ്റൈൻ. അപ്പോൾ ഞാൻ എഗ്മോറിലാണ് ഉള്ളത്. റിസർവേഷൻ കിട്ടിയിട്ടില്ല. റിസർവേഷൻ കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ വരാൻ വൈകി പോയി. തലേന്ന് വന്ന് 5 മണിക്ക് മുമ്പായിട്ട് വന്ന് റിസർവേഷൻ ചെയ്യാമായിരുന്നു, പക്ഷേ വിട്ടുപോയി. ഇപ്പോൾ ടിക്കറ്റ് ഓർഡിനറി എടുത്തു. സീറ്റ് ഫുള്ളാണ്, നല്ല തിരക്കുണ്ട് വണ്ടിയിൽ. ഡോറിനടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് യാത്രാ വിശേഷങ്ങൾ പങ്കുവെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പോയി ഒന്ന് അമർത്തി കൊടുക്കും മക്കളെ. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് പയ്യന്നൂർ. എൻ്റെ സ്വന്തം നാടായ പയ്യന്നൂരെത്തി. ഇത്തിരി ആവശ്യത്തോടെ ഞാൻ പറയാൻ കാരണം, ഇതെൻ്റെ സ്വന്തം നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പയ്യന്നൂർ. അതുമാത്രമല്ല, ഗൾഫിൽ പോകുന്നതിന് മുമ്പായിട്ട് 10 വർഷം പോലെ ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഓട്ടോ എടുത്തിട്ട് തേരാപ്പാര നടന്ന ടൗണാണ് പയ്യന്നൂർ ടൗൺ. ദേക്കോ ബായ്, ഹമാരാ കേരള പയ്യന്നൂർ ദേക്കോ. എല്ലാ ഗൾഫുകാർക്കും നാട് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നം പോലെ മാത്രമാണ്. 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ കൂടുമ്പോൾ നാട്ടിൽ വരും, 1 മാസം നിൽക്കും. എന്ത് ചെയ്യാൻ, ഗൾഫുകാരനായി പോയില്ലേ. ദേക്കോ ബായ് ദേക്കോ, മാഷാ അല്ലാ. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നാട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. മഴ വരാൻ പോവുകയാണ് ഈ മാസം. ഗോഡ്സ് ഓൺ കൺട്രി, മാഷാ അല്ലാ. വൗ, എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് മക്കളെ കാണുന്നത്. മാഷാ അല്ലാ. ദേക്കോ ബായ്, കേരള കണ്ണൂർ. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് പുഴകളും നദികളും മലകളും കൂടുതലുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ല. മാഷാ അല്ലാ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. കണ്ണൂർ എത്തിയിരിക്കുകയാണ് ഇപ്പം. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. വണ്ടിയുടെ നല്ല റെസ്റ്റാണ്, ചൂടാണ്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ നല്ല ചൂടുണ്ട്. ആകെ മൊത്തം ചൂടാണ് മക്കളെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വിശേഷം കാണാം. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി, ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ ഗേറ്റ് നമ്പർ 1. എൻ്റെ ബോർഡിംഗ് ഗേറ്റ് 1 ആണ്. 2:55 ഫ്ലൈറ്റ്. അവിടെ നേരെ ഒമാനിലേക്ക്. അവിടുന്ന് 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് ഒമാനിൽ. അത് കഴിഞ്ഞ് നേരെ ബഹ്റൈനിലേക്ക്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പോയി ഒന്ന് അമർത്താൻ മറക്കല്ലേ മക്കളെ. എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഫ്രണ്ട്സുകളെ, എല്ലാവരും ഗേറ്റ് ഓപ്പൺ ആകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഗേറ്റ് ഓപ്പണായി, ഫ്ലൈറ്റിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോഴിക്കോട് എയർപോർട്ടിൻ്റെ റൺവേ സൈഡാണ് കണ്ടത്. എയർപോർട്ടൊക്കെ അടിപൊളിയാണ് മക്കളെ. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് കയറി ഇനി നമുക്ക് നേരെ ഒമാനിലെത്തി കാണാം. അങ്ങനെ ഫ്ലൈറ്റ് കയറി. എനിക്ക് സെൻട്രൽ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾക്ക് നേരെ ഒമാനിലേക്ക് വിടാം. ഒമാനിലേക്ക് എത്തി അവിടുന്ന് നേരെ ബഹ്റൈൻ. അങ്ങനെ ഒമാനിൽ നിന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫ്ലൈറ്റിലേക്ക് ഒമാൻ ടു ബഹ്റൈൻ. ഇനി ബഹ്റൈനിലെത്തി ജില്ല വിശേഷങ്ങൾ കാണാം. ഓക്കെ. In this journey we're living unplanned.
city streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. അപ്പോൾ ഫ്രണ്ട്സ്, ഒമാനിൽ നിന്ന് മാറിക്കയറിയപ്പോൾ സൈഡ് സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നേരെ ബഹ്റൈനിലേക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. माशाअल्लाह, ओमान एयरपोर्ट इतना बड़ा है, पूरा फ्लाइट ओमान का है, ओमान एयरलाइंस का फ्लाइट है पूरा. माशाअल्लाह, माशाअल्लाह, ओमान एयरपोर्ट അടിപൊളി. മാഷാഅല്ലാഹ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫ്ലൈറ്റ് വിടാൻ സമയമായി. പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മെല്ലെ ഇറങ്ങിയിട്ട് ലഗേജൊക്കെ ഒന്ന് തപ്പി നോക്കണം. അങ്ങനെ ലഗേജ് തപ്പുകയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പോയി ഒന്നമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.